ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ആശാ വർക്കർമാരുടെ സമരം ഒരറ്റവും എത്തുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർ രാപ്പകൽ സമരം തുടങ്ങുകയാണ് എന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കാണും എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അവർ പോയത് ആശാ വർക്കർമാരുടെ വിഷയം പരിഹരിക്കാനല്ല, പകരം ക്യൂബൻ പ്രതിനിധികളെ കാണാനായിരുന്നു. അത് പാർട്ടിപരമായ ഒരു മന്ത്രി പോയത് ഇവിടുത്തെ ഏറ്റവും ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്ന, ജനശ്രദ്ധ ആകർഷിച്ച വിഷയം ചർച്ച ചെയ്യുന്നത് അത് ആയിരുന്നില്ല അവരുടെ മുഖ്യ വിഷയം. അവർ ക്യൂബൻ പ്രതിനിധികളെ കാണാൻ പോയതാണ് എന്നത് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അവർ പറയുന്നത് മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുന്നതാണ്. ശരിക്കും അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു, ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിലെ വാസ്തവം എന്താണ്? അവർ കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിച്ചിരുന്നില്ലേ യഥാർത്ഥത്തിൽ? പ്രീത, എനിക്ക് മനസ്സിലാവുന്നത് ഈ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് ആദ്യം മുതൽ തന്നെ ആശാവർക്കർമാരെ ആക്ഷേപിക്കാനാണ് കേരളത്തിലെ ഇടതു ഭരണകൂടം ശ്രമിച്ചിട്ടുള്ളത്. ആ സമരത്തിൽ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള സ്ത്രീകളെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. സ്ത്രീകൾ ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് സമരം നിലനിർത്തുകയാണ്. അതിനിടയിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമരവുമായി ബന്ധപ്പെട്ട് ഐയുടെ തന്നെ ഭാഗമായിട്ടുള്ള CPIയുടെ നേതാവെന്ന് പറയാൻ കഴിയില്ലെങ്കിലും KG താര എന്ന് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേധാവി അവിടെ വന്ന് നടത്തിയ പ്രസംഗം, ആ പ്രസംഗം ഇത് ഇടതുപക്ഷക്കാർക്ക് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒക്കെ അനുകൂലമാകണ എന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രസംഗമാണ്. ഇടതുപക്ഷക്കാർക്കെന്ന് മാത്രം പറയാൻ കഴിയില്ല, ഇസ്ലാമിസ്റ്റുകൾക്കും SDP പോലുള്ള സംഘടനകൾക്കും ഒക്കെ താല്പര്യമുള്ള ചില വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് RSSനെയും BJPയെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ സമരം SDP അടക്കമുള്ളവർ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണെന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ സമരത്തിൽ ആദ്യം മുതൽ തന്നെ സമരക്കാരോടൊപ്പം ഉറച്ചു നിൽക്കുകയും സമരക്കാർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ സുരേഷ് ഗോപിയാണെന്ന് നമുക്കറിയാം. ഈ വിഷയം പാർലമെന്റിലും എത്തിയിരുന്നു. പാർലമെന്റിൽ ഈ വിഷയം എത്തുമ്പോഴും പാർലമെന്റിൽ വളരെ കൃത്യമായി തന്നെ മന്ത്രി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എന്തായിരുന്നു ഈ പുതിയ നാടകം എന്ന് മനസ്സിലാവുന്നില്ല. തലേ ദിവസം സമരക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൊളിഞ്ഞപ്പോൾ താൻ ഡൽഹിയിലേക്ക് പോവുകയാണ് ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയ മന്ത്രി ഇവിടെ എത്തി. ഇവിടെ വന്നത് ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാനാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെയാണ് നേരെ ഡൽഹിയിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയിലെത്തി റെസിഡന്റ് കമ്മീഷണർ വഴി അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നു. പക്ഷേ BJPയുടെ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP, അറിയാമല്ലോ. ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. അപ്പോൾ BJPയുടെ പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ്, BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് JP നദ്ദ. അപ്പോ അത് മാത്രമല്ല, അദ്ദേഹം ആരോഗ്യമന്ത്രിയുടെ സ്ഥാനവും വഹിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തെ കാണാൻ ഒരു ദിവസം രാവിലെ അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്ന് ഇവിടെ വന്ന ശേഷം വൈകുന്നേരം ഒരു കത്ത് കൊടുത്താൽ മതി എന്ന് വീണ ജോർജിനോട് ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു, നമുക്കറിയാമല്ലോ. അപ്പൊ വീണ ജോർജിന് ഇതൊന്നും അറിയാത്തതുമല്ല. നേരത്തെ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലെങ്കിൽ അത്തരത്തിൽ മുഖ്യമന്ത്രിയോട് ഫോണിലെങ്കിലും വിളിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഫോണിൽ വിളിച്ചാൽ തീർച്ചയായും അതിനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കത്തയച്ചാൽ ഫോർമലായി കിട്ടും. കത്തയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള അനുവാദം കിട്ടുമെന്ന് നമുക്ക് എവർക്കും അറിയാം. അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ നിന്നും വന്നിട്ട് JP നദ്ദ എന്നെ കാണണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്താൽ കാണുന്ന ഒരാളാണോ? പ്രകാശ് കാരാട്ടൊക്കെ ഇവിടെ ഒരു പണിയുമില്ലാതെ ഇങ്ങനെ വെറുതെ ഈച്ച അടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ JP നദ്ദ. അപ്പൊ JP നദ്ദയെ സംബന്ധിച്ചിടത്തോളം JP നദ്ദയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാനുണ്ട്. രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന, ഇപ്പോൾ സജീവതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ കയറി വന്നിട്ട് വൈകുന്നേരം ഒരു കത്ത് കൊടുത്തു വിട്ടാൽ തന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നത് അവർ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാണോ എന്ന് എനിക്കറിയില്ല. അടിയന്തരമായി JP നദ്ദയെ വിളിച്ചു വരുത്താനും അല്ലെങ്കിൽ JP നദ്ദയെ അടിയന്തരമായി കാണണമെന്ന് പറയുമ്പോൾ കാണാനും ഒക്കെയുള്ള ഒരു കേന്ദ്രമന്ത്രിയെ കാണാനും ഒക്കെ ഉള്ള ഒരു അവകാശം പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ എന്തുകൊണ്ടാണ് ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം. ഈ സമരത്തിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ എന്ത് വിഷയം ഉണ്ടായാലും കേന്ദ്രത്തെ കുറ്റം പറയുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവ് രീതിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം നൽകാനുണ്ട്, അതായത് കടമാണ് ചോദിക്കുന്നത്, പക്ഷെ കേന്ദ്ര സർക്കാർ പണമൊന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം പറഞ്ഞുകൊണ്ട് നടന്നൊരു ധനമന്ത്രി നമുക്കുണ്ടായിരുന്നു. ആ ധനമന്ത്രിയെ വളരെ കൃത്യമായി തന്നെ കേരളത്തിലെത്തിയ നിർമ്മലാ സീതാരാമൻ വളരെ
കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ക്യാമറ ഓൺ ചെയ്യിച്ചുകൊണ്ട് മാധ്യമങ്ങൾ, കേരളത്തിലെ ഇടത് അനുകൂല മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യില്ല എന്ന ഒരു അറിവ് ഒരുപക്ഷെ നിർമ്മലാ സീതാരാമൻ ഉണ്ടായിരിക്കും. ഓഫ് ചെയ്ത ക്യാമറ ഓൺ ചെയ്യിപ്പിച്ചിട്ട് ഓരോരുത്തരോടും പറഞ്ഞ് ഓൺ ചെയ്യിപ്പിച്ച ശേഷമാണ് മന്ത്രി തന്റെ ഭാഗം വിശദീകരിച്ചതും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതും. ഇവിടെ നമുക്കറിയാം ആദ്യം മുതൽ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ആശാവർക്കർമാരുടെ ഓണററിയെ സംബന്ധിച്ച് പോലും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാദഗതികൾ വീണ ജോർജ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും തീർച്ചയായും ആശാവർക്കർമാരുടെ സമരത്തെ അല്ലെങ്കിൽ ആ സമരത്തെ അംഗീകരിക്കുകയോ ആ സമരം തീർപ്പാക്കാനായി അല്ലെങ്കിൽ ഇത്തരം സമരങ്ങളെ തീർപ്പാക്കാനുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും അവരുടെ പ്രതിനിധികളെ കൂടി അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ പ്രതിനിധികളെ കൂടി വിളിച്ചുകൊണ്ട് വന്ന് വേണം തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ചർച്ചയ്ക്ക് വെക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മന്ത്രിയെ കാണാൻ വരുമ്പോഴുള്ള അപ്പോയിന്റ്മെന്റ് പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വാർത്തയാകുമ്പോൾ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത് നമുക്ക് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചോദ്യം ചോദിച്ച ഈ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യം വാർത്ത കൊടുത്തത്. ആ വാർത്ത കൊടുത്തു കഴിഞ്ഞ് റിപ്പോർട്ടറെ കാണുമ്പോൾ വീണ ജോർജ് ഏഷ്യാനെറ്റിൽ എന്തിനാണ് എന്നോട് പ്രശ്നം, ഏഷ്യാനെറ്റിലെ ചിലരുടെ പ്രശ്നങ്ങളാണ് എനിക്ക് ഇങ്ങനെ വാർത്ത കൊടുക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിനെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഏഷ്യാനെറ്റിന്റെ ദൈനംദിന പ്രക്രിയയിൽ ഇടപെടുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രി എന്ന് നമുക്ക് എവർക്കും അറിയാം. മാത്രമല്ല അവിടെ ഇടതുപക്ഷക്കാരെ കയറൂരി വിട്ടിരിക്കുകയാണെന്നുള്ള കാര്യവും നമുക്കറിയാം. ഇവിടെ നമ്മൾ കണ്ടതാണ് 100% ചാച്ചരതയാണ് സാർ ഇവിടെ പിന്നെ കുംഭമേളയ്ക്ക് പോയി സാർ എന്ന് പറഞ്ഞ സിന്ധു സൂര്യകുമാറിനെ പോലുള്ളവർ കിടന്ന് വിലപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി കൊള്ളുന്ന ഒരു പറ്റം ജേർണലിസ്റ്റുകൾ അവിടെ ഉള്ളപ്പോൾ ആരാണ് സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ആൾക്കാർ അവിടെ ഹെഡ് ചെയ്യുന്ന സ്ഥലത്ത് ആരാണ് വീണ ജോർജിനെ ആക്രമിക്കുന്നത് വീണ ജോർജ് പറഞ്ഞുണ്ടാക്കുന്നത്? അപ്പൊ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റേതാണ് ചാനൽ എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറുചോദ്യം ചോദിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മറുപടി പോലും പറയാതെയാണ് അവർ ആ ബൈറ്റ് കൊടുത്തു പോയത്. ഏതായാലും വീണ ജോർജ് എന്ന മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ വഴക്കമുണ്ടാകും. ഏത് രീതിയിൽ അത് രക്ഷപ്പെട്ടു പോകാം അല്ലെങ്കിൽ ഏത് രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നോക്കൂ, എന്തിനാണ് ക്യൂബൻ പ്രതിനിധികളെ കാണാൻ പോയത്? കേരള മോഡൽ എന്ന് പറയുന്നത് പോലെ ആരോഗ്യരംഗത്ത് കേരളം മാതൃകയാണെന്ന് പറയുന്നത് പോലെ തന്നെ ക്യൂബയില് ആരോഗ്യരംഗത്ത് മാതൃകയാണെന്നുള്ള ഒരു ഫേക്ക് നറേറ്റീവ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഫേക്ക് നറേറ്റീവ്സ് ആണെന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ. കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായ മിച്ചം കേരളത്തിലെ ഇടത് സർക്കാരിന്റെ നേട്ടമല്ല. ഈ നമുക്കറിയാം അത് നേരത്തെ ഞാൻ ഈ വിഷയങ്ങൾ ഇടത് സർക്കാരിന്റെ നേട്ടമാണോ എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ നേരത്തെ ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും ഒക്കെ 1-2 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ 3 മെഡിക്കൽ കോളേജ് 3 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ ആ മെഡിക്കൽ കോളേജുകൾ പോലും കാര്യമായി ഉണ്ടായിരുന്നില്ല. ആ മെഡിക്കൽ കോളേജുകളൊക്കെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. മാത്രമല്ല കേരളത്തിലെ ആരോഗ്യരംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടമൊക്കെ രാജകുടുംബത്തിന്റെ ബാക്കിപത്രമായി വന്ന നേട്ടങ്ങളാണ്. ആ രാജകുടുംബമാണ് ആദ്യം ഇവിടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ ആരോഗ്യരംഗത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ജലിപ്പിച്ച് മുന്നോട്ട് പോയതിന്റെ ബാക്കിപത്രമായാണ് ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തെ നേട്ടം എന്ന് പറയുന്നത്. ഇവിടെ ക്യൂബൻ മോഡൽ എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ക്യൂബയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദാരിദ്ര്യം മൂലം പട്ടിണി മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തെ നോക്കിയിട്ട് പറയുകയാണ് അവിടെ ആരോഗ്യരംഗത്ത് മുൻപന്തിയിലാണ്, ആരോഗ്യരംഗം വളരെ മാതൃകയാണ് എന്ന്. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഫേക്ക് നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഇടത് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. പണ്ടും എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫേക്ക് നറേറ്റീവുകളാണ് ഇവർ കൂടുതലും നടത്തുന്നതെന്ന് നമുക്ക് അവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ഇപ്പൊ ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ പോയി എന്നത് എന്താണ് ക്യൂബൻ പ്രതിനിധി സംഘവുമായി വീണ ജോർജ് സംസാരിക്കാനുള്ളത്? അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അപ്പോൾ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണോ നമുക്കറിയില്ല. ഒരു പക്ഷേ എന്തെങ്കിലും ബിസിനസ്സോ ഇത്തരം ബിസിനസ് ക്യൂബയിലൊന്നും ബിസിനസിന്റെ കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണോ എന്നറിയില്ല. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ എന്നൊക്കെ കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ളവർ ഏതൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ ആ കൂടിക്കാഴ്ചയ്ക്കൊക്കെ അത്തരത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായൊക്കെ നടത്തുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ കണ്ടതല്ലേ, സ്വപ്ന സുരേഷ് കൃത്യമായി വിളിച്ചു പറഞ്ഞതല്ലേ ഇവിടെ നിന്നും പിന്നെ ഏത് തരത്തിലുള്ള ബിസിനസ്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ബിസിനസ് താല്പര്യങ്ങൾക്കാണോ വീണ ജോർജ് പോയത്? അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക്? ക്യൂബയിലൊന്നും ബിസിനസിന്റെ താല്പര്യങ്ങളില്ല, മറ്റു താല്പര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ തന്നെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ജനങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് അവരെങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് ചാടി പുറപ്പെടണം, എങ്ങനെയെങ്കിലും അനധികൃതമായെങ്കിലും കുടിയേറണം എന്ന് വിചാരിച്ചിരിക്കുന്ന ക്യൂബൻ ജനതയ്ക്ക് മുന്നിലേക്കാണ് ക്യൂബൻ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുട്ടിഘോഷിക്കുന്നത്.
നമുക്കറിയാം ആരോഗ്യരംഗത്ത് മുൻപന്തിയിലാണെന്ന് പറയുമ്പോൾ പട്ടിണി മരണങ്ങൾ കൂടി ഉണ്ടായിരുന്ന നാടാണ്. കാരണം മാൽ ന്യൂട്രീഷൻ അടക്കമുള്ള അട്ടപ്പാടിയിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ആരോഗ്യരംഗത്ത് മുൻപന്തിയിലാണെന്ന് പറഞ്ഞുണ്ടാക്കുക. ആരോഗ്യരംഗത്ത് മുൻപന്തിയിലായതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. രാജകുടുംബവും ഒക്കെ ബന്ധപ്പെട്ട് അന്നൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗമനത്തിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസവും ആരോഗ്യരംഗവും ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുള്ളത് എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് മോഡലുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷം വന്നതുകൊണ്ടുണ്ടായ നേട്ടമോ ഒന്നുമല്ല ആരോഗ്യരംഗത്തൊക്കെ കേരളത്തിലും ഒക്കെ ഉള്ളത്. അത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രഹസനം വേണ്ട രീതിയിൽ ഫലം ചെയ്തില്ല. ആശാ വർക്കർമാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ എക്കാലവും കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വീണ ജോർജ് മനസ്സിലാക്കേണ്ടത്. അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ ഇവിടേക്ക് വന്ന് അപ്പോയിന്റ്മെന്റ് നേടാതെ വന്നിട്ട് ഇവിടെ വന്ന് റെസിഡന്റ് കമ്മീഷൻ മുഖേന ഒരു കത്ത് കൊടുത്തു വിട്ടാൽ കാണാവുന്ന ഒരാളല്ല JP നദ്ദ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ അത് അറിയാത്തതല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി ചെയ്തെങ്കിൽ മാത്രമേ ആശാ വർക്കർമാരുടെ സമരത്തിലൊക്കെ സംസാരിക്കാൻ വരികയാണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടാൻ ഇനി കഴിയില്ല. പഴയ കാലമൊന്നുമില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു വരും. പണ്ട് ഒരു പത്രത്തിൽ പിറ്റേ ദിവസം വരുന്ന വാർത്ത പോലെയല്ല, കൊടുക്കുന്ന റിലീസുകൾ എഴുതി വെക്കുന്ന പോലെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരുന്ന ഒരു വാർത്തയിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയാനുള്ള സംവിധാനമൊന്നുമില്ല. ഇത് മിനിറ്റിന് അപ്ഡേഷൻ വരുന്നതുകൊണ്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് വീണ ജോർജ് ആരെയും പറ്റിക്കാൻ ഇനി നോക്കണ്ട. ആശാ വർക്കർമാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും.